ന്യൂ വെറൈറ്റി ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റിൽ 4 ടെൻസ് പഠിച്ചു, പ്രസൻറ്റിൽ 4 ടെൻസ് പഠിച്ചു, ഫ്യൂച്ചറിലെ സിമ്പിൾ പഠിച്ചു, ഫ്യൂച്ചറിലെ കണ്ടിന്യൂസ് ടെൻസും പഠിച്ചു. അത് അറിയാത്തവർ, അത് മനസ്സിലാക്കാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഭാവിയിലെ ഒരു പ്രത്യേക സമയത്ത് നാം ഒരു കാര്യം ചെയ്ത് തീർത്തിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫോം വിൽ ഹാവ് പ്ലസ് V3 ആകുന്നു. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. I will have done it. ഞാനത് ചെയ്തിരിക്കും. You will have come. നീ വന്നിരിക്കും. They will have gone. അവർ പോയിരിക്കും. We will have eaten. ഞങ്ങൾ തിന്നിരിക്കും. ദുർഗ ആൻഡ് സീത will have studied. ദുർഗയും സീതയും പഠിച്ചിരിക്കും. You will have sung a song. അവന് ഒരു പാട്ട് പാടിയിരിക്കും. She will have danced. അവൾ നൃത്തം ചെയ്തിരിക്കും. ഇറ്റ് വിൽ ഹാവ് ഫിനിഷ്ഡ്. ഇറ്റ് എന്ന് പറയുമ്പോൾ നിർജ്ജീവമായ വസ്തുക്കളെ കുറിച്ചൊക്കെ പറയാം, പൂച്ചയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാം ഇറ്റ് വിൽ ഹാവ് ഫിനിഷ്ഡ്. അത് പൂർത്തീകരിച്ചിരിക്കും. എവരിബഡി വിൽ ഹാവ് ലിസൺഡ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇവിടെ ഉപയോഗിക്കാവുന്ന ടൈം വേർഡ്സ് ബൈ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ആവുമ്പോഴേക്ക്, അല്ലെങ്കിൽ അടുത്ത മാസത്തിനുള്ളിൽ. ബൈ ദിസ് ടൈം ടുമോറോ, നാളെ ഇതേ സമയത്തിനുള്ളിൽ ഞാനൊരു കാര്യം ചെയ്തിരിക്കുമെന്ന് പറയാം. ബൈ 9 o'clock, 9 മണിക്കുള്ളിൽ ഞാൻ ചെയ്തിരിക്കും എന്ന് പറയാം. ബൈ വെനസ്ഡേ, ബുധനാഴ്ചക്കുള്ളിൽ. ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ഈ മാസം അവസാനത്തിന് മുമ്പ്. ഇതുപോലുള്ള ടൈം വേർഡ്സ് ആണ് നാം ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഹി വിൽ ഹാവ് റീച്ച്ഡ് ദ കോളേജ് ബൈ ദിസ് സാറ്റർഡേ. ഈ ശനിയാഴ്ചക്ക് മുമ്പ് അവൻ കോളേജിൽ എത്തിയിരിക്കും. ഐ വിൽ ഹാവ് ഡൺ ഇറ്റ് ബൈ 20th ജൂൺ. ജൂൺ 20 ഞാൻ അത് ചെയ്തിരിക്കും. വി വിൽ ഹാവ് ഗോൺ ദർ ബിഫോർ 5 o'clock ഇൻ ദ മോർണിംഗ്. രാവിലെ 5 മണിക്ക് മുമ്പ് ഞങ്ങൾ അവിടെ പോയിരിക്കും. ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക്. ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് അവർ ജോലി ചെയ്തിരിക്കും. വർക്ക് ഫിനിഷ് ചെയ്തിരിക്കും, കംപ്ലീറ്റ് ചെയ്തിരിക്കും. ദുർഗ ആൻഡ് സീത വിൽ ഹാവ് കം ഹിയർ ബൈ ടുമോറോ മോർണിംഗ്. ദുർഗയും സീതയും നാളെ രാവിലേക്ക് മുമ്പ് ഇവിടെ വന്നിരിക്കും. ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് വിൽ ഹാവ് എന്നതിന് ശേഷം V3 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റീച്ച്ഡ്, റീച്ച്ഡ്. ഐ വിൽ ഹാവ് ഡൺ. അവിടെ ഡണ്ണ് V3 ഫോമാണ്. ഡു, ഡിഡ്, ഡൺ. പിന്നെ വി വിൽ ഹാവ് ഗോൺ, ഗോ, വെൻറ്റ്, ഗോൺ. ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് എന്നുള്ള V3 ഫോമാണ്. ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. ദുർഗ ആൻഡ് സീത വിൽ ഹാവ് കം, came, come.